തിരുപ്പതിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേ നമ്മളിവിടെ നിന്ന് ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളെ പറ്റിക്കും, അത് ഉറപ്പാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നാൽ ഒരു ചെറിയ ഓട്ടോ ആണെങ്കിലും ഒരു 200 രൂപയുടെ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു 600 രൂപയെങ്കിലും നമ്മളോട് പറയും. അപ്പം നമ്മളത് നേരെ പകുതിയാക്കി അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മാന്യമായ റേറ്റിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൂടാതെ ഉണ്ടല്ലോ, തിരുപ്പതിയിൽ നിന്ന് നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ പകുതി വെച്ച് ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ്ങിൽ നമ്മളുടെ ബാഗിൽ പ്ലാസ്റ്റിക്കുകളോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പാടില്ല. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ആനന്ദനിലയം, കലിയുഗ വൈകുണ്ഠം, സപ്തഗിരി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വൈഷ്ണവരുടെ ഏറ്റവും പ്രധാന ആരാധനാലയമാണ്. മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിലും ലക്ഷ്മി ഭൂമിദേവി സമേതനായി ഇവിടെ ആരാധിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും തുല്യമായ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഭഗവതി പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ 7 കുന്നുകളിൽ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഗിഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി, ഇതിൽ അവസാനത്തെ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം സപ്തഗിരി എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദുരിതങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രമാണിത്. പ്രസിദ്ധമായ ശ്രീകാളഹസ്തി ശിവക്ഷേത്രം ഇവിടെ നിന്നും 40 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. പുഷ്കരണി എന്നറിയപ്പെടുന്ന വലിയൊരു കുളത്തിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം. തലമുണ്ടനം ചെയ്യുക, പണം കാണിക്കയർപ്പിക്കുക എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പല രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. സ്വന്തം വാഹനത്തിന് വരുന്നവരുണ്ട്, ട്രെയിനിന് വരുന്നവരുണ്ട്, ബസ്സിന് വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും ആളുകൾ വരുന്നുണ്ട്. എന്തൊക്കെയായാലും ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ദർശനത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ. ഇവിടെ വന്നാലും ടിക്കറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് അറിയില്ല. ഇവിടെ വന്നതിന് ശേഷം മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 150 മീറ്ററോളം നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തും. ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ദർശനത്തിനുള്ള ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താലും നമുക്ക് തിരുമലയിൽ ദർശനത്തിന് കയറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് ഏത് സമയമാണെന്നൊന്നും കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്നതിലും നല്ലത് എന്തായാലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ എത്രത്തോളം അത് എപ്പോൾ കിട്ടും എന്നൊന്നും നമുക്ക് കറക്റ്റ് അത് പറയാൻ സാധിക്കില്ല. ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്നും പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ട്. തിരുമലയിലേക്ക് പോകാനുള്ള ബസ് ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഫ്രീ ആയിട്ട് പോകുന്ന ബസ്സുകളുണ്ട്, അതേകൂട്ട് തന്നെ അല്ലാതെ പൈസ കൊടുത്ത് പോകുന്ന ബസ്സുകളുമുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് പോകുന്നവർക്ക് അതിൽ കയറി പോകാം. ഇല്ല, പൈസ കൊടുത്താണ് പോകുന്നതെങ്കിൽ ആ പൈസ നമ്മൾ കൊടുത്തിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ റിട്ടേൺ ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. അതായത് പോകുമ്പോൾ നമുക്ക് റിട്ടേൺ ടിക്കറ്റും കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ 1 സൈഡ് ടിക്കറ്റ് മാത്രവും കിട്ടും കേട്ടോ. അപ്പോൾ ആ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് തിരിച്ചു പോരുമ്പോൾ ഏതെങ്കിലും ബസ്സിൽ കയറി തിരിച്ച് പോരാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നടന്നു പോകുന്നവരുമുണ്ട്. ഇവിടെ നിന്ന് നടന്നു പോകുന്നത് വെച്ചാൽ നല്ല ദൂരമുണ്ട്, കാട്ടിൽ കൂടിയൊക്കെ കാടും മലയും ഇതൊക്കെ കയറി നടന്നു പോകുന്നവരുമുണ്ട്. അപ്പോൾ ബസ്സിന് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. തിരുമലയിലെത്തി കഴിഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആണ് കേട്ടോ കിട്ടുന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ ബാത്റൂം സൗകര്യവും അതേപോലെ തന്നെ ഭക്ഷണവും ഈ റൂം സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപ മുതൽ ഇത് ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ റൂമുകളുണ്ട്. 50 രൂപ, 100 രൂപ, 200 രൂപ അങ്ങനെ കയറി പോകും. അപ്പോൾ ആ റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല റൂമുകളാണ്. അപ്പോൾ നമുക്ക് അത്രയും ചിലവ് കുറഞ്ഞ് കിട്ടും. അതേകൂട്ട് തന്നെ ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ ഇവിടെ പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീനാണ്.
മൊത്തത്തിൽ. ഒരു പ്ലാസ്റ്റിക്കുകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് ക്ലീനാണ് ഇവിടുത്തെ ബാത്റൂമും അതേപോലെ തന്നെ ഈ ഏരിയയും എല്ലാം തന്നെ. ദർശനത്തിനുള്ള സമയം നമുക്ക് ആ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 8 മണിയാണെങ്കിലും 9 മണിയായാലും 10 മണിയാണെങ്കിലും നമ്മൾ കുളിച്ച് ഫ്രഷായി ഇവിടുത്തെ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി നേരെ പോയി ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദർശനം നടത്താം. ഇപ്പോൾ ദർശനം നടത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 മണിക്കൂർ പിടിക്കും, ചിലപ്പോൾ 4 മണിക്കൂർ പിടിക്കും, 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ നിന്ന് ദർശനം നടത്തിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തിരക്ക് കൂട്ടിരിക്കും. പലരും പല പല സമയത്തായിരിക്കുള്ളൂ ദർശനം. എന്നാലും നമുക്ക് ആ ദർശനത്തിന് നിൽക്കുന്ന സമയത്ത് ബോറടിയുമില്ല, അതേപോലെ തന്നെ വിശപ്പുമറിയില്ല. നമ്മളെ ഓരോരോ റൂമുകളിലേക്ക് കയറ്റും. അതായത് ഓരോരോ ചെറിയ ചെറിയ ഹാളുകളുണ്ട്. അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭക്ഷണങ്ങൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യൂ നിന്ന് പോകുന്ന വഴിയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ, ബാത്റൂം സൗകര്യവും കുടിവെള്ളവും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നല്ല ക്ലീനായിട്ട്. ദർശനത്തിനായുള്ള ക്യൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും തന്നെ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങോട്ടൊന്നും കയറ്റില്ല, മൊബൈൽ ഫോണും കയറ്റില്ല, ക്യാമറയും ഒന്നും തന്നെ കയറ്റില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേക കൗണ്ടറുകളുണ്ട്, ഫ്രീ ആയിട്ട് കൗണ്ടറുകളുണ്ട് സൂക്ഷിക്കാനുള്ളത്. എല്ലാം തന്നെ നമ്മളെ റൂമിൽ വെച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരുമലയിൽ തന്നെയാണ് തങ്ങുന്നതെങ്കിൽ ഇവിടെ രാത്രിയിൽ നമുക്ക് ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നടക്കാം. പിന്നീട് രാവിലെ തന്നെ നമ്മൾ തിരുമലയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കപിലതീർത്ഥം, കപിലേശ്വര സ്വാമി ക്ഷേത്രം, പത്മാവതി ടെമ്പിള്, തിരുപ്പതി ഗോവിന്ദസ്വാമി ക്ഷേത്രം, ശ്രീകാളഹസ്തി ക്ഷേത്രം ഇവിടെയെല്ലാം ദർശനം നടത്തി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാം.